മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് CPI നേതൃയോഗം. തീരുമാനങ്ങളെല്ലാം മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്നുവെന്നാണ് വിമർശനം. മുന്നണിയെ വിശ്വാസത്തിലെടുക്കാതെയാണ് പിണറായി വിജയൻ പെരുമാറുന്നതെന്നും CPI വിമർശിച്ചു. എന്നാൽ LDFന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്നാണ് CPMന്റെ നിലപാട്. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേരിടാനുള്ള രാഷ്ട്രീയ അടിത്തറയുണ്ടെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ന്യൂനപക്ഷ താൽപര്യം ഉയർത്തിപ്പിടിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേൾക്കാം ആദ്യം പ്രതികരണം. ഉറപ്പല്ലേ മൂന്നാം വട്ടം എന്നുള്ളത്? ഒരു തിരിച്ചടിയില്ല. എല്ലാം കൂടി ചേർന്ന് പരിശോധിച്ചിട്ട് എന്തൊക്കെയാണോ മനസ്സിലായ കാര്യം അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ തിരുത്തൽ വേണോ ആ തിരുത്തൽ ഞങ്ങൾ നടത്തും. സംഘടനാ വീഴ്ചയൊക്കെ ഉണ്ടാവുന്നു. ഇപ്പോൾ സംഘടനാ വീഴ്ചയില്ല നമ്മളാരും പറഞ്ഞിട്ടുണ്ടോ? എല്ലാ വീഴ്ചയും പരിശോധിക്കും. രാഷ്ട്രീയമായ വീഴ്ചയുണ്ടോ, സംഘടനാപരമായ വീഴ്ചയുണ്ടോ, അതുപോലെ ഉയർത്തിയ മുദ്രാവാക്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നിലവിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കാൻ പോവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനസ്സിലാക്കേണ്ടത് അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് തന്നെ തുടരും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികൾ അതേപ്പറ്റി ഗൗരവമായിട്ട് പരിശോധിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. തെറ്റുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അപ്പോൾ സമ്മതിക്കാൻ ഞങ്ങൾ മടിക്കില്ല. ആ തെറ്റുകൾ തിരുത്താനും അമാന്തം ഉണ്ടാവുകയില്ല. അത് കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റിയാണ്. അത് CPIക്കുണ്ട്, CPMനുണ്ട്, LDFനാകെ തന്നെയുണ്ട്. റഹീസ് റഷീദ് ഉണ്ട്, ഒപ്പം സായികുമാർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം റഹീസ് റഷീദിലേക്ക്. റഹീസ് റഷീദ്, ഈ CPI നേതൃയോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമുണ്ടായി എന്ന് കേട്ടു. മുന്നണിയെ വിശ്വാസത്തിലെടുക്കാതെ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതാണോ പ്രധാനപ്പെട്ട വിമർശനം? മറ്റെന്തെല്ലാം CPI നേതൃയോഗത്തിൽ ചർച്ചാ വിഷയമായി? റഹീസ് റഷീദ്. അരുൺകുമാർ, ഇടതുമുന്നണിയെ വിശ്വാസത്തിലെടുക്കാതെ സർക്കാരിന്റെ പല തീരുമാനങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റയ്ക്കെടുക്കുകയാണ്. അതിന് ഉദാഹരണമായിട്ട് PM ശ്രീ വിഷയം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇടതുമുന്നണിയെ മാത്രമല്ല, ചില ഘട്ടങ്ങളിൽ CPIM നേതൃത്വത്തെ പോലും വിശ്വാസത്തിലെടുക്കാതെ മുഖ്യമന്ത്രി തീരുമാനങ്ങൾ എടുക്കുന്നു. അതിന്റെ ഒരു പ്രതിഫലനം തോൽവിയിലുണ്ടായി. പ്രത്യേകിച്ച് PM ശ്രീ വിഷയവും വെള്ളാപ്പള്ളി നടേശനെ ചേർത്തു പിടിച്ചതും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പൂർണ്ണമായും LDFിൽ നിന്ന് അകറ്റാൻ കാരണമായി എന്നതാണ് ചർച്ചകളിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട കാര്യം. ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ തോതിൽ ഉള്ള തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണമായി എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും വിലയിരുത്തിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം എന്നത് യാഥാർത്ഥ്യമാണ് എന്ന ചർച്ചകളും യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അരുൺകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സായി, ഗുഡ് ഈവനിങ്. സായി, ഇപ്പോൾ CPIയുടെ വിലയിരുത്തൽ നമ്മൾ കണ്ടു. അതിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് മുന്നണിയെ വിശ്വാസത്തിലെടുക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ CPI നേതൃയോഗത്തിൽ വിലയിരുത്തപ്പെടുന്നു. ജനയുഗം തന്നെ ഇന്ന് മുഖപ്രസംഗം എഴുതുന്നു. അതിൽ തന്നെ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്നു. എന്നാൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നതാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. മാത്രവുമല്ല, പാർട്ടി അടിത്തറ ഭദ്രം എന്നാണ്. ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തെ വിലയിരുത്തുമ്പോൾ ഒരു വൈരുദ്ധ്യമുണ്ടോ സായി? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെ വേണം അവിടെ നിന്ന് പുറത്തുവരുന്ന വാർത്തകളെയും നേതാക്കളുടെ പ്രതികരണങ്ങളെയും വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട നേതൃയോഗങ്ങളാണ് തലസ്ഥാനത്ത് നടന്നത്, CPIMന്റെയും CPIയുടെയും. അതിൽ CPIയുടെ അകത്ത് നിന്ന് വരുന്ന വാർത്തകൾ സർക്കാരിനെ പൂർണ്ണമായും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന, അതോടൊപ്പം മുഖ്യമന്ത്രിയെ തന്നെ കടന്നാക്രമിക്കുന്ന രീതിയിൽ വിമർശനം വരുമ്പോൾ പക്ഷേ CPIM അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. പാർട്ടിയുടെയും മുന്നണിയുടെയും അടിത്തറ ഇപ്പോഴും ഭദ്രമാണ് എന്ന് ഉറപ്പിച്ച് തന്നെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. രാഷ്ട്രീയ വോട്ടുകൾ ഇപ്പോഴും മുന്നണിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അതിപ്പോഴും ഇടതുമുന്നണിക്കൊപ്പം തന്നെയാണ്. ജില്ലാ പഞ്ചായത്തിൽ, അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ പഞ്ചായത്തുകളിലൊക്കെ തിരിച്ചടി ഉണ്ടായി എന്ന് പറയുമ്പോഴും ജില്ലാ പഞ്ചായത്തുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ പഴയ ഒരു സ്വാധീനം ഇപ്പോഴും ഇടതുമുന്നണിക്കുണ്ട്. അത് രാഷ്ട്രീയ വോട്ടെടുപ്പ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്കാണ് എന്ന ഒരു കാരണമാണ് CPIM അതിന് പറയുന്നത്. പിന്നീട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വിഷയമായോ എന്ന് ചോദിക്കുമ്പോൾ പന്തളത്തടക്കം നേടിയ വിജയം അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും എന്ന മറുചോദ്യം CPIM ഉന്നയിക്കുന്നു. അപ്പോൾ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ അടിത്തറയ്ക്ക് ഈ വിവാദങ്ങളൊന്നും ഒരു തരത്തിലും ഏശിയിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം സംസ്ഥാന സെക്രട്ടറി സമ്മതിക്കുന്നുണ്ട്, കൊല്ലം കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുള്ളത് കനത്ത പരാജയം തന്നെയാണ്. അത് വേറെ തന്നെ വിലയിരുത്തും. അതോടൊപ്പം മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുള്ള പരാജയം, അത്തരം പരാജയങ്ങളൊക്കെ ആഴത്തിൽ തന്നെ പാർട്ടി പരിശോധിക്കും. പക്ഷേ ഇപ്പോഴും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല. മൂന്നാം ടേം എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് അതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുക തന്നെ ചെയ്യും. പക്ഷെ അപ്പോഴും ഈ പരാജയം ഉണ്ടാക്കിയത് എങ്ങനെ എന്ന കാര്യം പാർട്ടി ആഴത്തിൽ പരിശോധിക്കുകയും ചെയ്യും എന്ന ഒരു വിലയിരുത്തലാണ് ഇന്ന് ഉണ്ടായത്. താങ്ക് യു. സായികുമാറാണ് വിവരങ്ങൾ നൽകിയത്.